വെൽക്കം ടു ഫാറ്റ്നസ് ഫസ്റ്റ്. ഫാറ്റ്നസ് ഫസ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നല്ല അടിപൊളി റെസിപ്പിയുമായിട്ടാണ്, ദിൽകുഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്വീറ്റ് ബന്നഡ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഇളം ചൂടാണ്, കൂടുതൽ ചൂട് ഒരിക്കലും പാടില്ല. അപ്പോൾ ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഡ്രൈ ഈസ്റ്റ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതോടൊപ്പം തന്നെ ഈസ്റ്റോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഈസ്റ്റ് ഇനി ആക്റ്റീവ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ ഒരു 2 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പ്, അതും കൂടി ഒരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ നേരത്തെ ആക്റ്റീവ് ആവാൻ വെച്ച ഈസ്റ്റ് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു കൂട്ടിലേക്ക് എല്ലാം കൂടെ ഒഴിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ ഈ പാല് നമുക്ക് മതിയായിട്ടില്ലെങ്കിൽ വീണ്ടും പാല് തന്നെ യൂസ് ചെയ്യുക. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇളം ചൂടുള്ള ലൈറ്റ് ചൂടുള്ള പാല് ചേർത്ത് കുഴച്ചെടുക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ടൈം എടുത്ത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും പഞ്ചസാരയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചുള്ള തേങ്ങ എടുക്കാം. ഇതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര, അത് ഏലക്കയും കൂടെ ചേർത്തിട്ട് പൊടിച്ചതാണ്, അത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂനട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കിസ്മിസ് നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. കാഷ്യൂനട്ട്സ് നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. അത് 3 കളറുള്ളത് ചേർത്ത് കൊടുത്താൽ ഡിഫറെൻറ്റ് കളറുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു റെഡ്, ഗ്രീൻ അങ്ങനെയുള്ള കളറിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റായിട്ടും പൊങ്ങിയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഡോ ഒന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് എണ്ണ തടവിയെടുക്കാം. ശേഷം ഡോ ഇട്ടതിന് ശേഷം 2ആയിട്ട് മുറിച്ചെടുക്കണം. 2ആയിട്ട് മുറിച്ചെടുക്കുമ്പോൾ ഒരു വലിയ പീസായിട്ടും കുറച്ച് ചെറിയ പീസായിട്ടും മുറിച്ചെടുക്കണം. ഇവിടെ 2 പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. കുറച്ച് വലുതും പിന്നെ അതിൽ ചെറുതുമായിട്ടുള്ള 2 ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഒന്ന് ചെറുതായിട്ട് എടുത്തിട്ടുള്ള മുറിച്ച് വെച്ചിട്ടുള്ള ബോള് പരത്തിയെടുക്കണം. ആദ്യം പരത്തിയെടുക്കുമ്പോൾ ഒന്ന് എണ്ണ തടവി കൊടുക്കാം. ശേഷം പരത്തിയെടുക്കാം. എല്ലാ സ്ഥലത്തും ഒരുപോലെ തിക്നെസ് വരുന്ന തരത്തിലായിരിക്കണം പരത്തിയെടുക്കേണ്ടത്.
വളരെ തിന്നാക്കിയൊന്നും പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടി തന്നെ, അധികം കട്ടി പാടില്ല, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം. ഞാനത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് ചേർത്ത് കൊടുക്കുമ്പോൾ സൈഡ് ഭാഗത്ത് നിന്ന് കുറച്ച് വിട്ടിട്ട് നമുക്ക് ഫില്ലിങ് സെൻട്രൽ ഭാഗത്തേക്ക് നല്ലോണം പരത്തിയിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ബോൾ കൂടെ പരത്തിയെടുക്കാം. ഈ ഫസ്റ്റത്തെ ബോൾ പരത്തിയതിൽ നിന്നും കുറച്ചും കൂടി വലുപ്പത്തിൽ അടുത്ത ബോൾ പരത്തിയെടുക്കണം. കാരണം ഈ പരത്തിയതിന്റെ മുകളിൽ വെച്ചിട്ട് കവർ ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ നെക്സ്റ്റ് ഈ ബോൾ പരത്തിയെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് മറ്റേതിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഇതുപോലെ മുകളിലത്തെ പരത്തി വെച്ച ഡോ എടുത്തിട്ട് താഴത്തോട്ടേക്ക് ഒന്ന് മടക്കി വെച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എല്ലാം ഒന്ന് ഉള്ളിലേക്ക് മടക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ടൈം ആകുമ്പോൾ ഒന്നുകൂടെ ഇതൊന്ന് പൊങ്ങി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എഗ് വാഷ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു എഗ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അതൊന്ന് വാഷ് ചെയ്തെടുക്കാം. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡോന്റെ മുകളിലേക്ക് ഇത് വാഷ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാനും മറക്കരുത്. ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും, കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എഗ്ഗ് അത് വാഷ് ചെയ്തെടുക്കാം. എഗ് വാഷൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓവനിലേക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 25 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് അങ്ങനെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ ദിൽകുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് കുറച്ച് മാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.